നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ കളിയാക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഉണ്ട്, കണ്ണേറുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നിരവധി. ഇപ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴാണെങ്കിൽ അതിൽ വന്ന് അങ്ങനെ പറയാറുണ്ട്. ഞാൻ പറയണത് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളതും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഫേക്ക് ആയിരിക്കും. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ച അവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർ പറയും ഇത് ഉറപ്പായിട്ടുള്ളതാണെന്ന് പറയും. പിന്നെ ഈ നെഗറ്റീവ് വേണ്ട പോസിറ്റീവ് വേണ്ട എന്നുള്ളതിന് നമ്മൾ അധികം അന്വേഷിച്ചൊന്നും പോകണ്ട. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഇതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ഇല്ല, രാത്രിയും പകലും ഉണ്ടാകണില്ല. അങ്ങനെ എനർജി എന്ന് പറയുന്ന സാധനം ഒരു ഒറ്റ എനർജിയുള്ള അതിൻ്റെ 2 ഫേസസ് മാത്രമാണ് ഈ നെഗറ്റീവ് പോസിറ്റീവ്. നമ്മൾ ഒരാളെ ഷൗട്ട് ചെയ്യുമ്പോൾ, ഒരാൾ നമ്മളെ ഭയങ്കര ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പെട്ടെന്ന് നെർവസായി ഡള്ളായി, അതിൻ്റെ പിന്നിൽ എന്ത് എനർജി ആയിരിക്കും? അതിന് നിങ്ങൾക്ക് എന്ത് പേര് വിളിക്കാം, അതിനെ നെഗറ്റീവ് എന്ന് വിളിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഒരാൾ നമ്മളെ ഇൻസ്പിറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നു, നമ്മളെ സ്കില്ലിനെ പറ്റി പറയുന്നു, നമ്മളെ പവറാക്കണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ നമ്മൾ ഹാപ്പിയാവും, നമ്മൾ ഭയങ്കര എനർജിയാവും. അതിന് നിങ്ങൾക്ക് എന്ത് പേര് വിളിക്കാം? പുതിയ പേര് വിളിക്കാമെങ്കിൽ പുതിയ പേര് കണ്ടെത്താം അല്ലേ? പക്ഷേ കോമൺ ആയിട്ട് എല്ലാവരും നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതാണ്. വൈദ്യുതി ഉള്ള പോലെ നമ്മൾ വൈദ്യുതിയിൽ നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട് അല്ലേ? നെഗറ്റീവ് വയറും പോസിറ്റീവ് വയറും ഉണ്ട്. ഒരു പ്രത്യേക ഉപരിതലത്തിൽ വന്ന് കണക്ട് ചെയ്തിട്ട് അത് ബൾബാണെങ്കിൽ ബൾബ് കത്തും, മോട്ടറാണെങ്കിൽ മോട്ടർ പ്രവർത്തിക്കും. അപ്പം നെഗറ്റീവ് പോസിറ്റീവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഷോർട്ടാവും എന്ന് പറയുന്ന പോലെ ഇത് രണ്ടും ബാലൻസിനാണ് ഒരാളുടെ സക്സസ് ആകാനായിട്ട്. കാരണം അയാൾ ജീവിതത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ പ്രശ്നങ്ങളുടെ പിന്നിൽ നമ്മൾ നെഗറ്റീവ് എന്ന് പറയും. പക്ഷെ ആ പ്രശ്നങ്ങളായിരിക്കും അയാൾക്ക് തിളക്കം കൂടണം, അയാൾ ജീവിതം പഠിക്കണം. കാരണം അങ്ങനെ തകർച്ചകളും ഫെയിലിയറും ഒക്കെ സംഭവിച്ചാൽ മാത്രമേ അതിന് നെഗറ്റീവ് നമ്മൾ പറയും. അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ജീവിതം പഠിക്കും, കുറേയധികം കാര്യങ്ങൾ പഠിക്കും. പിന്നെ അത് ആ എക്സ്പീരിയൻസിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെക്കണത് നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സക്സസ് അനുഭവിക്കാനായിരിക്കും. അപ്പോൾ ഈ പ്രശ്നങ്ങളോടെ കടന്നു പോകണം. എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങളോട് പോകുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. ചില ആൾക്കാർ ജീവിതത്തിൽ വിജയങ്ങൾ വന്നിട്ട് വീണ്ടും പരാജയപ്പെടുന്നത് ആ ഒന്നുമില്ലായ്മ എന്ന് വന്നത് മറന്നു പോകണമുണ്ടാകും. ഞാനിത്ര ആധികാരികമായിട്ട് പറയുമ്പോൾ എൻ്റെ പാസ്റ്റ് ലൈഫ് അതായിരുന്നു. ഞാൻ ഒന്നുമില്ലായ്മയെന്ന് വന്നു, നല്ല ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ അഹങ്കരിച്ച് വീണ്ടും തകർച്ചകൾ വന്നു. അപ്പോൾ നമ്മളുടെ വിജയവും പരാജയവും സത്യത്തിൽ നമ്മൾ വരുത്തി കൊടുത്ത് വെക്കണം. അല്ലാണ്ട് നമ്മളിങ്ങനെ ചെയ്താലില്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ, അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ വന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം നമ്മൾ തന്നെ വരുത്തണം, നമ്മളുടെ അറിവില്ലായ്മ.